യെസ് വി രാജേഷ്, രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാരോഹണത്തിൽ താങ്കളെപ്പോലുള്ളവർ, താങ്കൾ ഉൾപ്പെടെയുള്ളവരൊക്കെ അസ്വസ്ഥരാണ് എന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രചരണം അത് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം നമ്മുടെ സലീം മടവൂരിൻ്റെയും അതുപോലെ എൻ ശ്രീകുമാറിൻ്റെയും ഒക്കെ പരാമർശങ്ങളെ നോക്കിക്കാണേണ്ടതാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ കാര്യം കൂടെ പരാമർശിച്ചുകൊണ്ട് പറയാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം കഴിഞ്ഞ വർഷം മാർച്ച് മാസം 6-ാം തീയതി തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിട്ട് വന്നിറങ്ങിയ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അതിന് തന്നെ 3-4 മാസം മുമ്പ് ഞങ്ങൾ തുടങ്ങി കോർഡിനേറ്റ് ചെയ്ത് ഒടുവിൽ അദ്ദേഹം 16,000 വോട്ടിന് വിജയത്തിൽ നിന്നും മാറി അദ്ദേഹം തിരിച്ചു പോകുന്നത് വരെ, അതുപോലെ അതിനുശേഷം തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളൊക്കെ അവതരിപ്പിച്ച് കമ്മിറ്റി പിരിച്ചുവിടുന്നത് വരെ കൺവീനറായിരുന്നല്ലോ ഞാൻ. അപ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരത്തെ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായ തൃപ്തിയും അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകന് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളോട് ഇടപെടുന്നതിലുണ്ടായ ഒരു സന്തോഷവും തൃപ്തിയുമാണല്ലോ വീണ്ടും അദ്ദേഹത്തെ ഇവിടെ ഹൃദയം കൊണ്ട് വരവേൽക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നതും. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയാക്കണമെന്ന് പാർട്ടിയിൽ ചർച്ച വന്നപ്പോൾ അദ്ദേഹം ഇരു കൈയും നീട്ടി സ്വീകരിച്ചതും അതുകൊണ്ട് തന്നെയാണല്ലോ. രാജീവ് ചന്ദ്രശേഖറിന് 45 ദിവസം 35 ദിവസം കൊണ്ട് 1 ലക്ഷം ഭൂരിപക്ഷത്തെ മറികടക്കാൻ സാധിച്ചത് ഇവിടുത്തെ അവസാനത്തെ കേഡറുകളും അനുഭാവികളും ഉൾപ്പെടെ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിച്ചത് കൊണ്ടാണല്ലോ. നിങ്ങൾ ഒന്ന് അതിൻ്റെ ആർക്കൈവ്സിൽ കേട്ട് ആ വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയേ. രാജീവ് ചന്ദ്രശേഖർജിയുടെ കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ജനപങ്കാളിത്തം കുറവുണ്ട്. ആ ശോഭനയൊക്കെ നെയ്യാറ്റിക്കരയിൽ വന്ന, അതുപോലെ തന്നെ JP നഡ്ഡാജി, ബാലരാമപുരത്ത് എന്നൊക്കെ പരിപാടികൾക്കൊക്കെ പൂഴിമണ്ണ് വാരി വിതറിയാൽ തറയിൽ വീഴാത്ത തരത്തിലുള്ള ജനസഞ്ചയമായിരുന്നു. ആയിരക്കണക്കിന് എഞ്ചിനീയർമാരും അതുപോലെ തന്നെ വിദ്യാസമ്പന്നരും ഒക്കെ അയച്ച പങ്കുചേർന്നു. ഇത് അദ്ദേഹത്തിന് ജനങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഒരു മിടുക്കാണ്, കഴിവാണ്. ഈ നമ്മുടെ കുളത്തൂർ ഭാഗത്ത് പോയിട്ട് ആ പൊഴിയൂർ കടലോര മേഖലയിൽ ചെല്ലുമ്പോഴേ അക്ഷരാഭ്യാസമില്ലാത്ത മത്സ്യബന്ധന തൊഴിലാളികൾ പോലും അദ്ദേഹവുമായി എന്ത് നല്ല മനോഹരമായിട്ടാണ് ആശയവിനിമയം നടത്തിയത്. പിന്നെ പാർട്ടി പ്രവർത്തകരുമായിട്ട് ആശയവിനിമയം നടത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്ന് ഇവിടെ ശ്രീകുമാർ അവർക്കാണെന്ന് തോന്നുന്നു ചർച്ചയിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. സുഹൃത്തെ, അക്ഷരാർത്ഥത്തിൽ അങ്ങേയറ്റം തെറ്റാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് അദ്ദേഹം പാർട്ടി പ്രവർത്തകരുമായി മിങ്കിൾ ചെയ്യുന്നത് കണ്ടു? ഞാൻ ഒരു കാര്യം പറയാനല്ലേ, അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോയിട്ട് മാസത്തിൽ 10 ദിവസം വരെ അദ്ദേഹം കണ്ടിന്യൂസ് ഇവിടെ നിൽക്കുമായിരുന്നു. 1-2 തവണയായിട്ട് ഇവിടെ 10-15 ദിവസം വരെ അദ്ദേഹം വരുമായിരുന്നു. അപ്പോൾ ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഞാനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഡേറ്റ് പറയുമ്പോഴേക്കും പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്ത് ഞങ്ങൾ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും. അദ്ദേഹം ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയും, ഞങ്ങൾ ഫൈനലൈസ് ചെയ്യും. അങ്ങനെയായിരുന്നല്ലോ സിസ്റ്റം. സത്യത്തിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങളെ കുറേ പ്രവർത്തകർ ജയിലിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അവർക്കും അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, സാധിച്ചില്ല. പക്ഷേ അതിനുശേഷം വന്ന തവണ അദ്ദേഹം ആദ്യം പറഞ്ഞ രാജേഷ്, നമ്മൾ അത് പെൻഡിങ് ആണല്ലോ. ഞങ്ങൾ അവിടെ പോയി 3.5-4 മണിക്കൂറാണ് ജയിലിൽ ഞങ്ങൾ പ്രവർത്തകരുമായിട്ട് ഞങ്ങൾ അവിടെ സംവദിച്ചത്. അതിനുശേഷം അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി, അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, കുട്ടികളുടെ അഡ്മിഷൻ, ഇതൊക്കെ അദ്ദേഹം നോട്ട് ചെയ്തിട്ട് അപ്പം തന്നെ സെക്രട്ടറി ഏൽപ്പിച്ചിട്ട് തിരുവനന്തപുരത്തും ഡൽഹിയിൽ നിന്നും അദ്ദേഹം ഫോളോ അപ്പ് ചെയ്യുകയാണ്. അതിൽ 40-50% കാര്യങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞു. അങ്ങ് ചോദിച്ചു, ഞാൻ നടന്ന കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ചികിത്സാ സഹായം, അദ്ദേഹം ഇപ്പം മന്ത്രി അല്ലെങ്കിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് എത്രയോ പാവപ്പെട്ടവർക്ക്. അദ്ദേഹം വരുമ്പോഴേക്ക് രാഷ്ട്രീയമൊന്നും ചോദിക്കാറില്ല, നോക്കാറുമില്ല, ജാതി മതം ഒന്നും നോക്കാറില്ല. അദ്ദേഹം വരുമ്പോൾ 2 മണിക്കൂർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് കാണും. നേരത്തെ പറയും ഞാൻ ഇത്ര സമയം കാണുമെന്നും. നിങ്ങളത് തിരുവനന്തപുരത്ത് അന്വേഷിച്ച് നോക്ക്, 100 ഒരു സെക്രട്ടറി അദ്ദേഹത്തോടൊപ്പം കാണും. ഞങ്ങളൊക്കെ പറയാം, രാജുവേട്ട അതായത് ജെന്യൂൻ കേസാണ്, ഇന്നടത്ത് നമ്മുടെ വാർഡ് കൗൺസിൽ പറഞ്ഞു വിട്ടാണ്, അല്ലെങ്കിൽ ഇന്ന ആളാണ്. അദ്ദേഹം അപ്പം തന്നെ വാങ്ങിയിട്ട് ഏത് മന്ത്രി വഴി ശ്രമിച്ചാൽ അക്കാര്യം നടക്കും, അയച്ചു കൊടുക്കുക, ജെന്യൂൻ ആണെന്ന് എത്രയോ പേർക്ക്. അപ്പോൾ സാധാരണക്കാരുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിലും പാർട്ടി പ്രവർത്തകരുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിലും ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖരൻ. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങൾ നോക്കാമല്ലോ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മുട്ടാപ്പോക്ക് ന്യായമെന്നും പറയണ്ട. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ, ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഇന്ന പോലെ വന്നപ്പോൾ തന്നെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നപ്പോഴേക്കും ഞാൻ നന്നായിട്ട് എനിക്ക് കോൺഫിഡൻസ് തോന്നുന്നു. കാരണം പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി, ഇന്നലെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വളരെ മുൻപ് അദ്ദേഹം നടത്തിയ ഒരു ട്വീറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അദ്ദേഹം എക്സിൽ കുറിച്ച ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖർ വർഗീയതയുടെ വിഷമെന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചു. ഞാനൊരു കാര്യം പറയാമല്ലോ, എന്തുകൊണ്ടാണ് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഫസ്റ്റ് ഡേ 1-ാമത്തെ ദിവസം എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് പ്രതികരിക്കുന്ന വ്യക്തിയൊന്നും അല്ലല്ലോ പിണറായി വിജയൻ. ആകാശം ഒടിഞ്ഞു വീണാലും ഒരു 4-5 ദിവസം കാത്തിരുന്നിട്ട്
എന്താണെന്ന് നോക്കിയിട്ടൊക്കെ പതുക്കെ വരുന്ന ആളല്ലേ. പക്ഷെ അത് ഇന്നലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ നോമിനേഷൻ കൊടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ രാവിലെ 11 മണിക്ക് തീരുമാനമെടുത്ത് പുറത്ത് വാർത്ത വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ രംഗത്തിറങ്ങി എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇന്റലിജൻസ് സംവിധാനം വഴിയോ മറ്റ് വേറെ ഏതെങ്കിലും തരത്തിലോ പിണറായി വിജയന് ഒരു വിവരം കിട്ടിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദം ഏറ്റെടുക്കുവാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചതോടുകൂടി കേരളത്തിൽ ഇതുവരെയും BJPക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഒരു മേഖലയിലേക്ക് BJPക്ക് വ്യാപിക്കാൻ സാധിച്ചിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ സ്വീകരിക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറായിരിക്കുന്നു മാനസികമായിട്ട് എന്ന വിവരം ബഹുമാനപ്പെട്ട പിണറായി വിജയന് കിട്ടിയത് കൊണ്ടല്ലേ രാജീവ് ചന്ദ്രശേഖരനെ ഒരു പർട്ടിക്കുലർ മേഖലയിലേക്ക് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചത് അല്ലേ? അദ്ദേഹം പരിശ്രമിച്ചത് അതുകൊണ്ട്. അപ്പോൾ പിണറായി വിജയൻ തന്നെ ഡേ 1 മുതൽ രാജീവ് ചന്ദ്രശേഖരനെ ഡിഫൈം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യം BJPയുടെ വളർച്ച ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ശ്രീ പിണറായി വിജയനെ ആണ് എന്നുള്ളതാണ്, യാതൊരു സംശയവും വേണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടുത്തെ ദൈനംദിനം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയൊന്നുമല്ല, ഞാൻ ആരെയും കളി പറയോ തമാശ പറയോ പരിഹസിക്കുകയൊന്നുമല്ല. നടന്നൊരു സ്റ്റേറ്റ്മെന്റ് കാര്യത്തിൽ ഞാൻ പറയാം. നമ്മൾ കണ്ടുശീലിച്ച ചില രാഷ്ട്രീയമുണ്ട്, അതും രാഷ്ട്രീയ പ്രവർത്തനമാണ്. വ്യത്യസ്തമായ തരത്തിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം. ഇപ്പൊ ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ ഒരു കാര്യം കൂടി, ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ കൂറ്റനാടെന്ന് ചൂടപ്പം രാവിലെ കൊണ്ടുവന്നിട്ട് ഒരു 2.5 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് കൊണ്ടുപോയി വിറ്റിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് കൂറ്റനാടൊന്ന് ഊണ് കഴിക്കാം എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നടത്തുന്നത് മാത്രമേ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനമാകുമെന്നുണ്ടെങ്കിൽ, അങ്ങനെ അതൊക്കെ മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് അംഗീകരിക്കുന്നുള്ളൂ എങ്കിൽ നമുക്ക് അതും രാഷ്ട്രീയ പ്രവർത്തനമാണ് നമുക്ക് അംഗീകരിക്കാം. ഇത്തരത്തിലുള്ള ഇടപെടലുകളെയും അംഗീകരിക്കുവാൻ വേണ്ടി സെമി കണ്ടക്ടറെ കുറിച്ച് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് പറയുന്ന അതേ വ്യക്തി തന്നെ സെമി കണ്ടക്ടറിനെ കുറിച്ച് പറയുന്നു, ഓട്ടോറിക്ഷ തൊഴിലാളികളെ കുറിച്ച് പറയുന്ന അതേ വ്യക്തി തന്നെ ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ ആ രാഷ്ട്രീയവും അംഗീകരിക്കുവാനായിട്ട് നമ്മുടെ മനസ്സുകൾ പാകപ്പെടുന്ന ദിവസങ്ങളിലേക്കാണ് കേരളം തിരിയുന്നത് എന്ന് വിനയപുരസരം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ എന്തായാലും മാറ്റങ്ങൾ വരട്ടെ. മാറ്റങ്ങളോടൊപ്പം മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നവർ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉണ്ടാവട്ടെ. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ സ്ഥാനാരോഹണം അത് BJPക്ക് ഗുണം ചെയ്യും.